കഴിഞ്ഞ ദിവസം അഞ്ചാമത്തെ എക്സാമ്പിൾ വരെ നമ്മൾ ചെയ്തിരുന്നു. ഇനി 6ഉം 7ഉം 8ഉമാണ് എക്സാമ്പിൾസ് നമ്മൾ നോക്കുന്നത്. സ്റ്റേറ്റ് വിച്ച് ഓഫ് ദി ഫോളോയിങ് സെറ്റ്സ് ആർ ഫൈനൈറ്റ് ഓർ ഇൻഫൈനൈറ്റ്. ഈ തന്നിരിക്കുന്നതിൽ ഏതൊക്കെ സെറ്റുകളാണ് ഫൈനൈറ്റ്, ഏതൊക്കെയാണ് ഇൻഫൈനൈറ്റ് എന്നുള്ളത് നമ്മൾ എഴുതണം. ഫസ്റ്റ് വൺ നോക്കിയേ, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എൻ ആൻഡ് എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എവിടെയുള്ളതാണ്? നാച്ചുറൽ നമ്പറിലുള്ളതാണ്. എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ എക്സിന് നമുക്ക് 1 കൊടുത്താൽ 1 മൈനസ് 1 0. 0യെ എക്സ് മൈനസ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് തന്നെ നമുക്ക് കിട്ടും? 0 തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് എക്സിന് എന്ത് ചെയ്യാം? 1 കൊടുക്കാം. അപ്പോൾ എക്സിന് നമ്മൾ 1 എന്നുള്ള വാല്യൂ കൊടുക്കുന്നു. 1 കൊടുത്താൽ ഇവിടെ എന്താവും? 1 മൈനസ് 1 0. ഇവിടെ 1 മൈനസ് 2 ഈസ് -1. അപ്പോൾ 0 ഇൻറ്റു -1 ഈസ് 0. അപ്പോൾ എക്സിന് നമുക്ക് ഏത് വാല്യൂ കൊടുക്കാം? 1 കൊടുക്കാം. ഇനി എക്സിന് നമുക്ക് 2 കൊടുക്കാം. 2 കൊടുത്താൽ 2 മൈനസ് 1 ഈസ് 1. 2 മൈനസ് 2 ഈസ് 0. അപ്പോൾ 1 ഇൻറ്റു 0 0. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? 2 കൊടുക്കാം. ഇപ്പോൾ ഇവിടെ എന്തൊക്കെ വന്നു? സെറ്റ് 1ഉം 2ഉമാണ് ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും ഇല്ലേ? അപ്പോൾ ഗിവൺ സെറ്റ് എന്ന് പറയുന്നത് 1ഉം 2ഉമാണ്. അതുകൊണ്ട് ഇതെന്താണ്? ഇതൊരു ഫൈനൈറ്റ് സെറ്റാണ്. ഇത് ഫൈനൈറ്റ് ആണ്. അടുത്തത്, ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എൻ ആൻഡ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 4. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? എക്സ് സ്ക്വയർ 4. എക്സ് നാച്ചുറൽ നമ്പറിലുള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ നാച്ചുറൽ നമ്പറിലാണെങ്കിൽ നെഗറ്റീവ് വരത്തില്ല, പോസിറ്റീവ് മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ എക്സ് സ്ക്വയർ ഈസ് 4 വരണമെങ്കിൽ എന്തായിരിക്കും? 2 ആയിരിക്കും അല്ലേ? 2 ആയിരിക്കും വരിക. ഇതെന്താണ്? ഫൈനൈറ്റ് ആണ്. നമുക്ക് -2 എഴുതാൻ പറ്റില്ല. എക്സ് ബിലോങ്സ് ടു എൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, നാച്ചുറൽ നമ്പറാണ് കേട്ടോ. അടുത്ത, ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എൻ ആൻഡ് 2x മൈനസ് 1 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? എക്സിന് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് ഇവിടെ 0 വരിക? ഏതായിരിക്കും? അപ്പോൾ അതാ ഇവിടെ നോക്കിയേ, എക്സ് ബിലോങ്സ് ടു എൻ നാച്ചുറൽ നമ്പർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നാച്ചുറൽ നമ്പർ എവിടെ തൊട്ട് എവിടെ വരെയാ? 1 2 3 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും വരിക? എക്സ് ഈസ് ഈക്വൽ ടു 2x മൈനസ് 1 ഈസ് ഈക്വൽ ടു 0 ആണ് അല്ലേ? 2x മൈനസ് 1 ഈസ് ഈക്വൽ ടു 0 ആണ്. 2x ഈസ് ഈക്വൽ ടു 1 വരും. എക്സ് ഈസ് ഈക്വൽ ടു 1/2 എന്ന് വരും. 1/2 ഒരു നാച്ചുറൽ നമ്പർ ആണോ? അല്ല. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ ഇതെന്താണ്? ഇതൊരു എം ടി സെറ്റാണ്. എം ടി സെറ്റ് എന്താണ്? ഫൈനൈറ്റ് ആണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഫൈനൈറ്റ് സെറ്റിനകത്ത് വരും എം ടി സെറ്റ്. അതെപ്പോഴും നിങ്ങൾ ഓർത്തോണം കേട്ടോ. അടുത്തത്, ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എൻ ആൻഡ് എക്സ് ഈസ് പ്രൈം. അപ്പോൾ എക്സ് നാച്ചുറൽ നമ്പറിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്, എക്സ് പ്രൈം ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രൈം നമ്പേഴ്സ് നാച്ചുറൽ നമ്പറിലുള്ളത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ? 1 3 5 7 11 13 ഇങ്ങനെ അങ്ങ് പോകും അല്ലേ? അതുകൊണ്ട് ഇതെന്താണ്? ഇൻഫൈനൈറ്റ് ആണ്. അടുത്തത്, എക്സ് ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എൻ ആൻഡ് എക്സ് ഈസ് ഓഡ്. എക്സ് ഓഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെ പോകും? 1 3 5 7 9 11 13 15 ഇങ്ങനെ നമുക്ക് കൗണ്ട് ചെയ്തു പോകാം. നമുക്ക് ഇൻഫിനിറ്റ് ആയിട്ട് അങ്ങ് പോകുന്നതാണല്ലേ? അതുകൊണ്ട് എന്ത് പറയാം? ഇതും ഇൻഫൈനൈറ്റ് സെറ്റാണ് എന്ന് പറയാം. അടുത്തത്, എക്സാമ്പിൾ 7, ഫൈൻഡ് ദ പെയർ ഓഫ് ഈക്വൽ സെറ്റ്സ് ഇഫ് എനി ഗിവ് റീസൺ. എ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ എയിൽ 0 മാത്രമേ ഉള്ളൂ. ബിയിൽ എന്താണുള്ളത്? എക്സ് സച്ച് ദാറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ 15 ആൻഡ് എക്സ് ലെസ് ദാൻ 15. എക്സ് 15-നേക്കാട്ടിൽ ഗ്രേറ്ററുമാണ്, എക്സ് 5-നേക്കാട്ടിൽ ലെസ്സുമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു നമ്പർ നമുക്ക് എഴുതാൻ പറ്റുമോ? അതായത് എക്സ് എന്ന് പറയുന്നത് 15-നേക്കാട്ടിൽ ഗ്രേറ്ററുമാണ്, 5-നേക്കാട്ടിൽ ലെസ്സുമാണ്. അങ്ങനെ ഒരു നമ്പർ നമുക്ക് എഴുതാൻ പറ്റില്ല അല്ലേ? അതുകൊണ്ട് ഇതെന്താണ്? ഇത് എം ടി സെറ്റാണ്. അടുത്തത്, എക്സ് സച്ച് ദാറ്റ് എക്സ് മൈനസ് 5 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ 0 വരണമെങ്കിൽ എക്സിന് എന്തായിരിക്കും വാല്യൂ? 5 ആയിരിക്കും. അപ്പോൾ സെറ്റ് ഇവിടെ 5 ആണ്.
അടുത്തത് എക്സ് സച്ച് ദാറ്റ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 25. അപ്പോൾ ഇവിടെ 25 കിട്ടണമെങ്കിൽ ഏതൊക്കെ എടുക്കാം? 5 സ്ക്വയർ 25 ആണ്, നെഗറ്റീവ് 5 സ്ക്വയറും 25 ആണ്. അപ്പോൾ 5ഉം നെഗറ്റീവ് 5ഉം നമുക്കിവിടെ ഡിയിലെടുക്കാൻ പറ്റും. അടുത്തത് ഇ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻ്റഗ്രൽ പോസിറ്റീവ് റൂട്ട് ഓഫ് ദി ഇക്വേഷൻ എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 15 ഈസ് ഈക്വൽ ടു 0. ഇവിടെ പോസിറ്റീവ് റൂട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്കൊന്ന് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 15 ഈസ് ഈക്വൽ ടു 0. രണ്ട് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നെഗറ്റീവ് 15 വരണം, ആഡ് ചെയ്യുമ്പോൾ നെഗറ്റീവ് 2ഉം വരണം. നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 3x മൈനസ് 15 ഈസ് ഈക്വൽ ടു 0. ഇവിടുന്ന് എക്സ് കോമൺ എടുത്താൽ എക്സ് മൈനസ് 5, ഇവിടുന്ന് 3 കോമൺ എടുത്താൽ എക്സ് മൈനസ് 5. എക്സ് മൈനസ് 5 കോമൺ എടുത്താൽ ബാക്കി എക്സ് പ്ലസ് 3. എക്സിൻ്റെ വാല്യൂ എന്തൊക്കെ വരും? 5ഉം വരും, നെഗറ്റീവ് 3ഉം വരും. പക്ഷെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പോസിറ്റീവ് റൂട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് വരും? 5 വരും അല്ലേ? അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിട്ടുണ്ട്? ഫൈൻഡ് ദ പെയർ ഓഫ് ഈക്വൽ സെറ്റ്സ്. ഈക്വൽ സെറ്റ്സ് വരുന്ന പെയർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 5 വരുന്നത് ഏതൊക്കെയാണ്? സി 5 ആണ് വന്നിട്ടുള്ളത്, ഇയും 5 ആണ് വന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ എന്തെഴുതാം? only pair of equal set is C and E. ഇത് രണ്ടുമാണ് ഈക്വൽ പെയർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് പെയർസ് ഓഫ് സെറ്റ് ആർ ഈക്വൽ? ജസ്റ്റിഫൈ യുവർ ആൻസർ. എക്സ് ദ സെറ്റ് ഓഫ് ലെറ്റേഴ്സ് ഇൻ അലോയ് ആൻഡ് ബി ദ സെറ്റ് ഓഫ് ലെറ്റേഴ്സ് ഇൻ ലോയൽ. അപ്പോൾ ഫസ്റ്റ് വൺ നോക്കിയേ. ഫസ്റ്റ് വണ്ണിൽ എക്സ് എന്ന് പറയുന്ന സെറ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? അലോയുടെ സെറ്റാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ എഴുതാം? ALLOY. അടുത്തത് ബി ലോയൽ. അപ്പോൾ എങ്ങനെ എഴുതാം? LOYAL. അപ്പോൾ ഇവിടെ നോക്കിയേ, എ രണ്ടിലുമുണ്ട്, എൽ രണ്ടിടത്തുമുണ്ട്, റിപ്പീറ്റ് ചെയ്ത് വരുന്നത് നോക്കണ്ട, ഓയും ഉണ്ട്, വൈയും ഉണ്ട് ഇല്ലേ? അതായത് എയിലുള്ള എല്ലാ എലമെൻസും ബിയിലുമുണ്ട്, ബിയിലുള്ള എല്ലാ എലമെൻസും എയിലുമുണ്ട്. അതുകൊണ്ട് എന്ത് പറയാം? ദെൻ എക്സ് ആൻഡ് ബി ആർ ഈക്വൽ സെറ്റ്സ് ആസ് റെപ്പറ്റീഷൻ ഓഫ് എലമെൻറ്റ് ഇൻ എ സെറ്റ് ഡു നോട്ട് ചേഞ്ച് എ സെറ്റ്. അപ്പോൾ ഇവിടെ റെപ്പറ്റീഷൻ എന്ത് ചെയ്യുന്നില്ല? സെറ്റിന് ചേഞ്ച് ഒന്നും വരുത്തുന്നില്ല, രണ്ടും ഈക്വലാണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? റിപ്പീറ്റ് ചെയ്യാതെ ALOY എന്ന് എഴുതാം അല്ലേ? ALOY. ഇതെന്തിന് ഈക്വലാണ്? ബിക്ക് ഈക്വലാണ്. അപ്പോൾ ഇതെന്താണ്? ഈക്വൽ സെറ്റാണ്. ഇനി അടുത്തത് നോക്കിയേ, A ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ n സച്ച് ദാറ്റ് n ബിലോങ്സ് ടു Z ആൻഡ് n സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 and B is equal to set of all x such that x belongs to R and x square minus 3x plus 2 is equal to 0. അപ്പോൾ എ എന്ത് വരും? ഇസഡിലുള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് ഇൻറ്റിജേഴ്സ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെഗറ്റീവും എടുക്കാം പോസിറ്റീവും എടുക്കാം. അപ്പോൾ n സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. അപ്പോൾ എന്തൊക്കെ വരും? നെഗറ്റീവ് 2 സ്ക്വയർ ഈസ് 4. 4ന് ഈക്വൽ ആയിരിക്കണം, 4നെക്കാട്ടിൽ ചെറുതും വരാം അല്ലേ? അപ്പം നെഗറ്റീവ് 2 സ്ക്വയർ ഈസ് 4, നെഗറ്റീവ് 1 സ്ക്വയർ ഈസ് 1. അപ്പോൾ 4നെക്കാട്ടിൽ ലെസ്സാണ്. അതേപോലെ 0 സ്ക്വയർ 0 എടുക്കാം, 1 സ്ക്വയർ ഈസ് 1, 2 സ്ക്വയർ ഈസ് 4. ഇതിന് മുകളിലുള്ളതൊന്നും നമുക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല. എന്തുകൊണ്ടാണ്? കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് n സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. അതായത് n-ൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 4നെക്കാട്ടിൽ ചെറുതോ 4ന് ഈക്വലോ ആയിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ n നെഗറ്റീവ് 2 ആയിട്ട് എടുത്താൽ നെഗറ്റീവ് 2ൻ്റെ സ്ക്വയർ 4ന് ഈക്വലാണ്. നെഗറ്റീവ് 1ൻ്റെ സ്ക്വയർ 1, അത് 4നെക്കാട്ടിൽ ലെസ്സാണ്. 0യുടെ സ്ക്വയർ 0, അതും 4നെക്കാട്ടിൽ ചെറുതാണ്. 1ൻ്റെ സ്ക്വയർ 1, അതും 4നെക്കാട്ടിൽ ചെറുതാണ്. 2ൻ്റെ സ്ക്വയർ 4, അത് 4ന് ഈക്വലാണ്. ഇനി അടുത്തത് ബി എഴുതുമ്പോഴോ, എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 2 ഈസ് ഇക്വൽ ടു 0. അപ്പോൾ ഇവിടെ ഇതിനെ നമുക്ക്
എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ എന്ത് വരും എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 2 ഇസ് ഇക്വൽ ടു 0. ഇവിടെ നമുക്ക് മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്താൽ എക്സ് സ്ക്വയർ മൈനസ് നമുക്ക് ആഡ് ചെയ്യുമ്പോൾ -3 കിട്ടണം, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 കിട്ടണം അല്ലേ. അപ്പം -2 -1 എടുക്കാം. അപ്പം -2x -x പ്ലസ് 2 ഈസ് ഇക്വൽ ടു 0. ഇവിടുന്ന് എക്സ് കോമൺ എടുത്താൽ എക്സ് മൈനസ് 2, ഇവിടുന്ന് 1 കോമൺ എടുത്താൽ എക്സ് മൈനസ് 2. എക്സ് മൈനസ് 2 വീണ്ടും നമ്മൾ കോമൺ എടുക്കുന്നു. അപ്പോൾ എക്സ് മൈനസ് 1 ഈസ് ഇക്വൽ ടു 0. എക്സിൻ്റെ വാല്യൂ എന്തൊക്കെ വന്നു? 2ഉം 1ഉം വന്നു. അപ്പോൾ ഇവിടെ നമുക്ക് 2ഉം 1ഉം കിട്ടി. അതായത് എന്താണ് ബി നമുക്ക് 2ഉം 1ഉം കിട്ടി. എ നമുക്ക് -2 -1 0 1 2 ഇങ്ങനെയാണ് കിട്ടിയത് അല്ലേ. അപ്പോൾ ഇവിടെ 0 ബിലോങ്സ് ടു എ ബട്ട് 0 ഡസ് നോട്ട് ബിലോങ് ടു ബി. അതുകൊണ്ട് എയും ബിയും എന്തല്ല? ഈക്വൽ സെറ്റ് അല്ല. 0 എയിലുണ്ട് പക്ഷേ ബിയിലില്ല അല്ലേ. -2 എയിലുണ്ട് ബിയിലില്ല. -1 എയിലുണ്ട് ബിയിലില്ല. 2ഉം 1ഉം മാത്രമേ രണ്ട് സെറ്റിലും ഒരേപോലെ വരുന്ന എലമെൻറ്റ്സ് ഉള്ളൂ. അതുകൊണ്ട് എയും ബിയും എന്തല്ല? ഈക്വൽ സെറ്റ്സ് അല്ല. അപ്പോൾ നമുക്ക് റീസൺ എന്തെഴുതാം? നിങ്ങളിവിടെ എഴുതിക്കോണേ. സിൻസ് 0 ബിലോങ്സ് ടു എ ആൻഡ് 0 ഡസ് നോട്ട് ബിലോങ് ടു ബി, എ ആൻഡ് ബി ആർ നോട്ട് ഈക്വൽ സെറ്റ്സ്. അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ വെച്ചിട്ട് നിങ്ങൾ റോസ്റ്റർ ഫോമിലൊന്ന് ആക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈക്വൽ ആണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ എക്സാമ്പിൾ 8 വരെ കഴിഞ്ഞു. ഇനി എക്സസൈസുകളുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.